ഹലോ 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 ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ എന്നൊക്കെ നേരത്തെ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടോ അന്നൊക്കെ ഞാൻ താമസിച്ച വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അത് ഇത്തിരി ഏറെ താമസിച്ചു. ഏകദേശം 3 ആഴ്ച. അതെങ്ങനെ 10 മാസം കൊണ്ട് പഠിപ്പിച്ച് തീർക്കണ്ടൊക്കെ 4-5 മാസം കൊണ്ട് പറന്ന് തീർത്തില്ലയോ? അതിന്റെ ഇടയ്ക്ക് പെട്ടുപോയ 10,000 പുണ്യാത്മാക്കളുടെ ഒന്ന് മാത്രം ഞാനും. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻസ്. തുടക്കം തന്നെ അത്ഭുതം. ആദ്യം ഈ ചേച്ചിയുടെ കണ്ണ് വിരിഞ്ഞിട്ടില്ലായിരുന്നു. നിമിഷ നേരങ്ങൾക്ക് ശേഷം 1/2 ഇഞ്ച് വിരിഞ്ഞു. എങ്ങനെ? ഫിൽറ്ററും ഉണ്ട്, കൂട്ടത്തിൽ മേക്കപ്പും ഉണ്ട്. ഓ, മേടിക്കുന്നു, ഒട്ടിക്കുന്നു. ഇനിയിപ്പോ എന്താ അവർക്ക് ചെയ്യരുതോ? പാല് കറന്നു എടുക്കാൻ വേണേ കവറി മേടിക്കാനും കിട്ടും. കവർ പാല് പോലെ തന്നെ കവറ് പിരിക. കുഞ്ഞിനെ ഒത്തിരി കളിച്ചിട്ടുണ്ട് ഇത് വെച്ച്. അത് പിന്നെ നമ്മൾ ഇത്തിരി വെള്ളം ചേർത്ത് അടിച്ചെന്നെങ്കിലും പറയാം. ഇത് ഡ്രൈ, ഇത് പക്ഷെ ഇത്തിരി കടുപ്പവാ. മാന്തി അങ്ങോട്ട് അടിക്കുമല്ലയോ? അയ്യോടാ, ഇത് ആദ്യം കണ്ണ് വിരിഞ്ഞിട്ടില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് 1/2 ഇഞ്ച് വിരിഞ്ഞു. ഇപ്പൊ വിരിഞ്ഞ് വെളി വന്നു. ഇവിടെ എന്തോ ഒരു പൈശാചിക ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. എന്തൊക്കെ ഈ വാരി അടിക്കുന്നതെന്ന് വല്ല വിവരമുണ്ടോ? ഇത് കൊള്ളാമല്ല പരിപാടി. സത്യം പറഞ്ഞ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട്. ഈ ജോലൈന് ഇച്ചിരി കറക്റ്റ് ആയില്ലേലും വലിയ സീനൊന്നും ഇല്ല. എനിക്കില്ല. തുമ്മാൻ വരുന്നു. ഓ, കോപ്പ് വരുന്നുമില്ല. കണ്ണീന്ന് വെള്ളവും വരുന്നു. എന്റെ മേക്കപ്പ് പോവും. കൈ തുടയ്ക്കാം. ചിലപ്പോ ഇതൊക്കെ അവർക്ക് സീൻ ഉണ്ടായിരിക്കും. എന്നാലും ഇത് ഇച്ചിരി കടന്ന കൈയായി പോയി. ഒരു കാര്യം ചെയ്യും, മൂക്കിന്റെ കഴുത്തേം കൂടെ കുറച്ച് MC മേടിച്ച് കുഴച്ചങ്ങ് അടിക്കി അടയട്ടെ അതൂടെ. എന്റെ ഒരു കാവ്യാത്മകമായ ചിന്ത വെച്ച് ഈ ലിപ്സിന്റെ അവിടെ എന്തേലും ഒന്ന് ചെയ്യണം. ലിപ്സ് മുഖത്തിനങ്ങോട്ട് ചേരുന്നില്ല. എന്തോ എടുത്ത് ആ ലിപ്സ് ഇത്ര പെട്ടെന്ന് നേരെ മുറിച്ചു കളഞ്ഞോ? അതോ ഒരച്ചു കളഞ്ഞോ? എന്താണോ എന്തോ. കണ്ടോ, ഇതാ നിന്നോടൊക്കെ ഈ DP മാത്രം കണ്ട് ലൈൻ അടിക്കരുതെന്ന് പറയുന്നത്. ഓരോ മൃദുലമായ തൂവെള്ള ഭിത്തികളുടെ അകത്തും പരിവരുത്ത കോൺക്രീറ്റ് കട്ടകളുണ്ട്. മനസ്സിലാക്കത്. ഇത് കണ്ടാൽ മനസ്സിലാവും. വേറെ ഒന്നും ഇതിൽ പ്രത്യേകിച്ച് ചെയ്യണമെന്നില്ല. പല്ല് മാത്രം ഒന്ന് ചെത്തി മിനിക്ക് എടുത്താൽ മതി. നമുക്ക് നോക്കാം ഒരു ഡെന്റിസ്റ്റിനെക്കാട്ടി നല്ലതായിട്ട് മേക്കപ്പ് ചെയ്ത് പല്ല് റെഡിയാക്കാൻ പറ്റുമോന്ന്. ഓക്കെ, ഏതാണ്ടൊക്കെ വാരി അടിക്കുന്നുണ്ട്. എന്തോ കുടിക്കുന്നേ? ഓയിൽമെന്റ് പോലെ എന്തോ കുടിച്ചു. ഒരു മിനിറ്റ്, ഒരു കാര്യം ശ്രദ്ധിച്ചോ? അവിടെ പല്ലെന്തിയെ? എവിടെ പോയി? എങ്ങോട്ട് പോയി? എന്തിനു പോയി? ആ വീഡിയോയുടെ ഇടയ്ക്ക് വെച്ച് കുടിച്ച സാധനം ഇതിന്റെ പിന്നിലെങ്കിൽ ഞാൻ എന്ത് വില കൊടുത്തോ മേടിക്കും. താഴെ പോയി. ഞാൻ എന്ത് കൊടുത്തു? എനിക്കൂടെ ശരിയാക്കണം. കണ്ടില്ലയോ? പിന്നെ എന്തൊക്കെയോ വാരി തേച്ചു. വല്ല ഇല്ല മണ്ണ് വെച്ച് സാധനം ഉണ്ടാക്കുന്ന പോലെ അങ്ങ് ഞെക്കി ഞെക്കി കയറ്റി പോയത് ഓരോന്നൊക്കെ. ലിപ്സ്റ്റിക്ക് മാറി അടിച്ചോ? ഈ ലോകം മൊത്തം എനിക്കെതിരാന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതെന്തോ ഇങ്ങനൊക്കെ? ആ പല്ലെന്തിയെ? പല്ല് അവളങ്ങ് വിഴുങ്ങിയോ? എനിക്ക് അങ്ങ് വിഷമം വരുമോ? ഇതെന്താ ഇങ്ങനെ? അങ്ങനെ വേണ സ്പ്രേ പെയിന്റ്. എനിക്ക് അപ്പോഴേ അറിയാന്ന് സ്പ്രേ പെയിന്റ് തന്നെ അടിക്കുന്നതെന്ന്. അല്ല, ഇത്രയും വെളുക്കൂ? ഈ ചപ്പാത്തിയുടെ ഒക്കെ മാവ് കുഴയ്ക്കുന്നിടത്ത് മോത്തൊക്കെ ഒട്ടിക്കുമെന്നാ തോന്നുന്നത്. പപ്പടം വെച്ച് ഓരോ കിഴുത്തേ അടയ്ക്കും. കണ്ടോ, ഇതാ നിന്നോടൊക്കെ പറയുന്ന DP മാത്രം കണ്ട് ലൈൻ അടിക്കല്ലെന്ന്. മനസ്സിലായോ? ഇതുപോലെ ഇരുന്നൊക്കെ ഇതുപോലെ വന്ന് നിൽക്കുന്നത്. മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇച്ചിരി ഹൈലൈറ്റ് ആയി വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. പക്ഷെ ഇതൊക്കെ ഇച്ചിരി കടുപ്പമാ. ഇതെങ്ങനെ മാറ്റിയെന്ന് നോക്കാം. അയ്യോ, സന്തോഷം കൊണ്ട് കരയുവാണോ? കരയണമെന്നും ഉണ്ട്. എന്നാ കണ്ണീര് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു, അവിടെ തീർന്നു. വല്ലാത്തൊരവസ്ഥ തന്നെ. സ്വന്തം മുഖം മാറിയത് കണ്ടപ്പോൾ ആനന്ദ കണ്ണീര് വന്നു. അഥവാ കരഞ്ഞു പോയാൽ അതിൽ നിന്ന് ആനന്ദം വെട്ടിയിട്ട് വെറും കണ്ണീരാക്കണം. കൂട്ടത്തിൽ നാണക്കേടുമാകും. പക്ഷെ എന്തോ ചെയ്യാനാന്ന് പറയണേ. വേണ്ട പപ്പടം ഒട്ടിച്ച് വെച്ചൊക്കെ ഉരി കളയുന്നു. കിഴുത്തൊക്കെ തുറക്കുന്നു. ഓ, ഇപ്പൊ തന്നെ ആള് മാറി. കണ്ണ് തുറന്നു. അല്ല, കണ്ണ് അടയുന്നു. പിന്നെ കണ്ണിനകത്തൊക്കെ എന്തോ കയറ്റി വെക്കുന്നേ. തുടച്ചു കഴിഞ്ഞപ്പോഴാള് പകുതി കൂടുതൽ മാറി. 90% മാറി. അയ്യോ, മൊത്തം മാറി. 17 വയസ്സുകാരി എന്നൊരു തികഞ്ഞമ്മ. ഒരു തേങ്ങ എടുത്തൊരു സ്വർണ്ണക്കട്ടിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പറ്റുമെന്ന്. ഇനി ഇതൊക്കെ
ഞാൻ പറയും പറ്റുമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതിനെയൊക്കെ ഉണ്ടാക്കി വിട്ട ദൈവം തന്നെ പേടിച്ചു പോകും. ഇതൊക്കെ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്ത് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മുമ്പിൽ വന്ന് നിന്ന് അവർക്ക് മറ്റേ മെന്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. നെഞ്ചത്ത് കയ്യും വെച്ച് അയ്യോ എൻ്റെ കുഞ്ഞിതല്ലെന്നും പറഞ്ഞോണ്ട് പുറകിലോട്ട് വീഴുന്ന അച്ഛൻ, നിങ്ങൾ എന്നെ ചതിച്ചല്ലോ മനുഷ്യെന്നും പറഞ്ഞോണ്ട് തൂങ്ങാൻ വേണ്ടി കയറെടുക്കുന്ന അമ്മ. എന്തൊക്കെ ആലോചിക്കണം. അമ്പലത്തിലൊക്കെ ഫ്ലോട്ട് നിർത്തുന്ന പോലെ ഉണ്ട്. ആ പെയിന്റ് അടിച്ച് നിന്നാലേ സന്തോഷമാകത്തുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ ഞാൻ ഈ മേക്കപ്പിനെ കുറ്റം പറയൊന്നുമല്ല. അതും ഒരു തരത്തിലൊരു ആർട്ട് തന്നെയാണ്. എല്ലാവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലരൊക്കെ കാഷ്വൽ ആയിട്ട് ലൈറ്റ് ആയിട്ട് ചെയ്ത ഒരുമാതിരി അമ്പലത്തിലെ തെയ്യം ഒരുക്കി നിർത്തിയേക്കുന്ന പോലെ ആകും. ഇതും ചെയ്യാൻ അറിയണം, ഒരു ബേസ് വേണം, കഴിവാണ്. ആൺപിള്ളേർക്ക് വീശുന്ന പോലെ പെൺപിള്ളേർക്ക് മേക്കപ്പ് അടിക്കുന്ന ഒരു ലഹരിയായിരിക്കും. അത്രേ ഉള്ളൂ. ഒറ്റ നോട്ടത്തിൽ വെച്ച കാര്യം മനസ്സിലാവും അല്ലെ? മായാമോഹിനിക്കകത്ത് ദിലീപിനെ പോലുണ്ട്. അമ്മുമ്മ, പാട്ടി, ഓ ചേച്ചി, അനിയത്തി, ഇവരെല്ലാരും ഭയങ്കര ലുക്കാണ്. ഒരിച്ചിരി വേർക്കുന്നിടം വരെ വേർത്ത് കഴിഞ്ഞാൽ ഇവരുടെ ഓരോരുത്തരുടെ അവസ്ഥ കേരളത്തിലെ റോഡ് പോലാകും. മിസ്റ്റർ ബീനും നീർനായം ക്രോസ് ചെയ്ത പോലൊരു സാധനം അറിഞ്ഞോണ്ടായി. കാരണം ഇങ്ങനൊന്നും അല്ല ശരിക്കും. ഇത് ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി അഭിനയിക്കുക. ഐ ലവ് യു, ഐ ലവ് യു. അക്കച്ചി, അമ്മൂമ്മ കണ്ടോ? ഇതാ നിന്നോടൊക്കെ പറയുന്ന DP മാത്രം കണ്ട് ലൈൻ അടിക്കരുതെന്ന്, മനസ്സിലായോ? ചേട്ടാ ഇനിയിപ്പോ പെണ്ണ് കാണാൻ ചെല്ലുമ്പോ ഇച്ചിരി ടർപ്പനുമായിട്ട് പോണമല്ലോ. ഇച്ചിരി ഒഴിച്ചു നോക്കണം പെയിന്റ് വല്ലതും ഇളകുന്നുണ്ടോന്ന്. അല്ലെ പിന്നെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സാധനം വേറെയാണ് എന്തോ കൊടുക്കും. എന്തായാലും കൊള്ളാം. എനിക്ക് ഈ മേക്കപ്പ് ഒന്നും വലിയ കാര്യമൊന്നുമല്ല. ഉണ്ടേലും ഇല്ലേലും ഒക്കെ ഏകദേശം ഒരുപോലൊക്കെ ഉള്ളൂ. KGF 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 കുറച്ച് ചളിപ്പുകൾ കാണണമെങ്കിൽ ഇങ്ങോട്ട് പോക്കോ.